മറ്റൊരു കിടിലൻ അടിപൊളി വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ബർഗർ അത് പറയാൻ പറ്റുമെന്ന് അറിയില്ല, ഏതായാലും കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബർഗർ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോവാണ്. അതും പറയാൻ പറ്റില്ല കേട്ടോ, പലരും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ നമ്മളൊരു നാക്കിലെ ഒരു സെറ്റപ്പിൽ എത്രത്തോളം ഹൈറ്റിൽ ആക്കുന്നോ അത്രത്തോളം ഹൈറ്റിൽ പൊന്തിച്ചിട്ട് ഒരു ബിഗ് ബർഗർ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ്. നമ്മളെ സാധനങ്ങളൊക്കെ ഇവിടെ ഫുള്ള് റെഡി ആയിട്ടുള്ളത്. ഒരു വലിയ ബർഗർ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അതിന് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുള്ളൂ. പലതരത്തിലുള്ള ക്യാപ്സിക്കം ഉണ്ടല്ലേ, പല കളറിലുള്ള ക്യാപ്സിക്കം, അതുപോലെ തന്നെ തക്കാളി, ലെറ്റ്യൂസ്, ഐസ്ബർഗ്, പിന്നെ കുക്കുംബർ. പിന്നെ വേറൊരു കാര്യം കൂടി പറയാണ്ട് കേട്ടോ, നമ്മളൊരു സ്റ്റൈലിൽ ചിക്കൻ പാറ്റീസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അത് നമ്മളൊരു നാക്കിൽ നമ്മളെ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കാൻ പോകണേ. നല്ല മഴ വരുന്നുണ്ട്, നല്ല കിടില മഴ വരുന്നുണ്ട്. ഏതായാലും അടുത്ത ഇനി സമയങ്ങളല്ല, നമുക്ക് നേരെ നമ്മുടെ ചിക്കൻ പാറ്റീസിലേക്കൊന്ന് ആ ഉണ്ടാക്കുന്ന സെറ്റപ്പൊക്കെ ഒന്ന് നേരെ പോയേക്കാം. അടുത്ത് നമുക്ക് ചിക്കൻ പാറ്റീസ് ഉണ്ടാക്കണം. ചിക്കൻ ഒരു കട്ട്ലേറ്റ് രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിന് നമുക്ക് ആദ്യം ഒന്ന് ചിക്കൻ എന്നിട്ട് മിക്സിയിൽ പൊടിക്കാം. കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം, കുറച്ച് പച്ചമുളക്, വറുത്ത മുളകാണ് കേട്ടോ, വറുത്ത മുളക്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുരുമുളക് പൊടി, സോയാ സോസ് കുറച്ചിട്ട് വേണം, വിനാഗിരി. ഓവറാവരുത്, ഓവറായി കഴിഞ്ഞാൽ വെള്ളം പോലെ ആവരുത്, നമുക്കൊരു കുഴമ്പ് രൂപത്തിൽ കിട്ടും. കുറച്ച് മതി, വളരെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടണം. അതിനുശേഷം കോഴിമുട്ട, ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സാധനം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ നേരെ ഇതിലിട്ടിട്ട് ഒന്നുകൊണ്ട് പരത്തി എടുക്കണം. നമ്മൾ വലിയ ഇതല്ലേ ബർഗറല്ലേ, അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് പരത്തി എടുക്കണ്ട്. അല്ലാതെ കൊണ്ട് വെള്ളമാവാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പരത്തിക്കാണ്ടുള്ള സെറ്റപ്പിൽ കിട്ടില്ല. മാക്സിമം വെള്ളം കുറച്ചിട്ട് ചെയ്യാം. ഇതിങ്ങനെ കൈ കൊണ്ടാക്കിയാൽ മതി, കൈ കൊണ്ടാക്കിയിട്ട് നല്ലോണം പരത്തും മാക്സിമം. അപ്പോൾ നമ്മളെല്ലാം പരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല കിടിലനായിട്ട്. ഇത് കണ്ടില്ലേ, കൈ കൊണ്ട് ആക്കിയതാണ് നമ്മൾ. അപ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് കിട്ടണം. ജസ്റ്റ് ഒന്ന് ഉറക്കം വേണമെങ്കിൽ ഒന്ന് എന്താ പറയുക, ഫ്രീസറിൽ വെച്ചാൽ മതി, ഒന്നും കൂടി സെറ്റ് ചെയ്ത് നിന്നോളൂ. ബീഫ് പാറ്റീസ് ഉണ്ടാക്കണം നമുക്ക്. അതിന് ബീഫൊക്കെ നല്ല ക്ലീനാക്കി, അതായത് വെള്ളമൊക്കെ നല്ല മാക്സിമം വറ്റിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മിക്സിയിൽ ബീഫിട്ട് കുറച്ച് അടിക്കണം. അപ്പോൾ നമ്മൾ ബീഫൊക്കെ നല്ല ആയിട്ട് ഇനി സെറ്റ് ആയിട്ടുണ്ട് ഇല്ലേ. വല്യുള്ളി ഉണ്ടല്ലോ മാക്സിമം ചെറുതാക്കി അരിയണം, എന്നാലും നമുക്ക് അതിൻ്റെ ഒരു നാക്ക് കിട്ടുള്ളൂ. മാക്സിമം പരമാവധി എത്ര ചെറുതാക്കാൻ പറ്റണോ അത്ര ചെറുതാക്കാം. പച്ചമുളക്, മുളക് പൊടി ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി കുറച്ച്, വറുത്ത് മുളകാണ് കേട്ടോ. ബ്രെഡ് പൊടിച്ചത്, ബ്രെഡ് ഒരു മാക്സിമം ഒരു 3-4 ഇട്ട് ഇട്ടാൽ മതി. മല്ലിപ്പൊടി ഇട്ടോ, കുറച്ച് മഞ്ഞൾപ്പൊടി. ബീഫാണല്ലോ, ബീഫാകുമ്പോൾ നമുക്ക് എല്ലാം കുറച്ച് ഇട്ട് കൊടുക്കണം, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. കുറച്ച് ഗരം മസാല. പുറത്ത് നല്ല കിടില മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കിത് ഇങ്ങോട്ട് പൊന്തികളുള്ളതാണ് ബർഗർ. കുറച്ച് ഗരം മസാല, മല്ലിച്ചപ്പ്, പുതിന. നല്ലോണം മാക്സിമം ചെറുതാക്കി അരിയട്ടെ, എന്നാലും അതിൻ്റെ നാക്കിൽ കിട്ടുള്ളൂ. നന്നായിട്ട് ചെറുതാക്കി അരിയാം. ഒരു കോഴിമുട്ട കുറച്ച് നേരം എന്നാട് മിക്സ് ചെയ്യാം. നാല് നല്ല ടൈറ്റാണെങ്കിൽ ഒരു കോഴിമുട്ടയും കൂടെ അടിച്ചു കൊടുക്കാം, അപ്പോൾ ഒന്നുപാട് ലൂസാവും. മാക്സിമം അല്ലാതെ വെള്ളം ആവാതെ നോക്കുക, കുറച്ച് ടൈറ്റ് ആവാൻ വേണം, നമുക്ക് ആ ഒരു നാക്കിൽ കിട്ടണം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടാം, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ഇടണം. അപ്പോൾ നമ്മളെ എന്താ പറയുക, ചിക്കൻ പാറ്റീസും ബീഫ് പാറ്റീസൊക്കെ റെഡി ആയി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടുണ്ടല്ലോ, ഇത് രണ്ടും ബീഫ് പാറ്റീസാണ് കേട്ടോ. നല്ല കറക്റ്റ് സൈസ്. ഇത് നമ്മൾ കൈ കൊണ്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് തന്നെയാണ്. ബീഫ് പാറ്റീസ് എന്താ പറയുക, രണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ചിക്കൻ പാറ്റീസ് നല്ല ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ട് നമുക്ക് അങ്ങോട്ട് പൊരിക്കാനുണ്ട് കേട്ടോ. നമ്മളെ പാറ്റീസ് കുറച്ച് റിസ്ക്കാണ് കേട്ടോ, അത്ര വലിപ്പം ഉണ്ടായതുകൊണ്ട് നമുക്ക് മറിക്കണം. മറിച്ച് കുറച്ച് ടാസ്ക്കാണ്, പൊട്ടിപ്പോകാതെ നോക്കാം. മറിച്ചിട്ട് ശ്രദ്ധിക്കുക. 2 ചട്ടൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ പരിപാടി.
ഓ കുറച്ച് എണ്ണൊക്കെ വെക്കുന്നാലും പ്രശ്നമില്ല. സ്ലോ കുക്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വേവിച്ചാൽ മതി കുറച്ചേരം. അപ്പോൾ ഗൈസ് നമ്മൾ എന്താ പറയുക ബീഫ് പാറ്റീസും ചിക്കൻ പാറ്റീസൊക്കെ വറുത്ത് കോരി നല്ല കിഡിലിനാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ ഒരുപാട് ഐറ്റംസുകളുണ്ട് കേട്ടോ. കണ്ടില്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രഞ്ച് ഫ്രൈ, അതുപോലെ തന്നെ സോസേജ്. ഇത് നമ്മളെ 3 സോസ് കണ്ടില്ലേ, ഇത് സ്പെഷ്യൽ സോസാണ് കേട്ടോ. പിന്നെ ഇത് സാധാ നോർമലി മയോണൈസ്, ഇത് മയോണൈസ്. അപ്പോൾ ഇത് ലെറ്റ്യൂസ്, അതുപോലെ തന്നെ നമ്മൾ ക്യാപ്സിക്കം കണ്ടില്ലേ നല്ല കളർഫുള്ളായിട്ട് യെല്ലോ കളറും റെഡ് കളറും അതുപോലെ തന്നെ ഗ്രീനും ഉണ്ട് കേട്ടോ. പിന്നെ ടൊമാറ്റോ, അതുപോലെ തന്നെ ക്യാപ്സിക്ക, പിന്നെ നമ്മുടെ ഐസ്ബർഗിൻ്റെ ലീഫ്, പിന്നെ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പാറ്റീസ്. ഇത് ചിക്കൻ പാറ്റീസാണ്, ഇത് ബീഫ് പാറ്റീസാണ് കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ബന്ന് കണ്ടില്ലേ, കിഡിലും ബർഗറിൻ്റെ ബന്നാണ് കേട്ടോ, വലിയ ബർഗറിൻ്റെ ബന്നാണ് ഇത്. ശരിക്കും ഞാൻ പുറത്ത് പോയിട്ട് ചെയ്യിപ്പിച്ച ഒരു ബർഗറാണ്. നമ്മുടെ ഒതുക്കങ്ങയിലുള്ള ക്രസ്റ്റ് ബ്രെഡ്സ് എന്ന് പറഞ്ഞ് കണ്ടുള്ള ഒരു ചപ്പാത്തി കമ്പനി ഉണ്ട്, അവരോട് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ച ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അവരൊരു 4 ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഏതായാലും നമ്മൾ ഇത് വെച്ചിട്ടാണ് അങ്ങോട്ട് ഉയർത്താൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി സമയം കളയില്ല, നേരെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. മഴ ഇങ്ങനെ മൂടി കിടക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, പെട്ടെന്ന് സംഭവം നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇതിന് മേലെ നമുക്ക് ആദ്യം കുറച്ച് മയോണൈസ് അങ്ങോട്ട് തേച്ച് കൊടുക്കാം. നമ്മളിവിടെ തറാക്കി വെച്ചിട്ടോ, ഫസ്റ്റ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ലെറ്റ്യൂസ് ലീഫ് വെക്കാം. ക്യാപ്സിക്ക റെഡും യെല്ലോവും കൂടി ഇടും, ഗ്രീനും. മേലെ കുറച്ച് ടൊമാറ്റോ കുറച്ച് വെച്ച് കൊടുക്കണം. ഈ ഒരു സോസ് കണ്ടില്ലേ, ഇത് നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കിയ സോസാണ് കേട്ടോ. ഇത്തിരി വെറൈറ്റി ആയിട്ട്, അതായത് നമ്മുടെ മയോണീസും പിന്നെ ടൊമാറ്റോ സോസും കൂടി കുറച്ച് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സോസാണ്. അടുത്തത് നമ്മുടെ പാറ്റീസ്, ചിക്കൻ പാറ്റീസ് വെച്ച് കൊടുക്കാം. ഈ സോസ് നമ്മൾ കുരുമുളക് അതുപോലെ തന്നെ നാരങ്ങയൊക്കെ വെച്ചിട്ടുള്ള സോസാണ്. കുറച്ച് മയോണീസ് ഉണ്ടല്ലോ, മയോണീസും കൂടി ഇഷ്ടമാണ്. വീണ്ടും നമ്മൾ ക്യാപ്സിക്കം, അതുപോലെ തന്നെ കുക്കുംബറും സൈഡിൽ വെച്ചു. നമ്മൾ അടുത്തൊരു സ്പെഷ്യൽ സോസാണ് കേട്ടോ. ഇത് സാധാരണ നോർമലി സോസാണ്. സോസിൽ കുറച്ച് അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ട് അടിച്ചിട്ടുള്ളൊരു സോസാണത്. ഇത് നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ ഇതാണ് കേട്ടോ, ചീസാണ്. ഇത് 1-2 വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം, നമ്മളെ ടാർഗറ്റ് ശ്രദ്ധിക്കണം. നമ്മൾ കറക്റ്റ് ലെവലാക്കി വെച്ചില്ലെങ്കിൽ പണി പാടും. ഇത് നമ്മൾ മയോണൈസ് ഇച്ചും കൂടി ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തത് ഐസ്ബർഗിൻ്റെ ലീഫ്. എന്നിട്ട് വീണ്ടും നമ്മുടെ സ്പെഷ്യൽ സോസ് കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ സോസ് ഉണ്ടല്ലോ, സ്പെഷ്യൽ സോസും കൂടി കുറച്ച് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ക്യാപ്സിക്കം ഉണ്ട്. ടൊമാറ്റോ
വീണ്ടും നമ്മുടെ സോസ് കുറച്ച് ജസ്റ്റ് ഒന്ന് മെൽറ്റ്. അടുത്തത് നമ്മളെ ബീഫാണ് കേട്ടോ. ബീഫിൻ്റെ പാറ്റീസ് വെക്കാൻ പോകണേ. ബീഫിൻ്റെ പാറ്റീസ് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് അമർത്തുക. നമ്മളെ മയോണീസ് ഒന്ന് കുറച്ചുകൊണ്ട് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുക. മയോണീസ് കട്ട പിടിച്ചിട്ടേ കിട്ടണില്ല. അതിനുശേഷം നമ്മുടെ സ്പെഷ്യൽ സോസ് ടൊമാറ്റോ സോസും കൂടി. കുക്കുംബർ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കുക. ഇനി നമുക്കൊരു ലെറ്റ്യൂസിൻ്റെ ഒരു ലീഫും കൂടി വെച്ച് കൊടുക്കാം. സ്പെഷ്യൽ സോസ് നല്ല പണി. അതുപോലെ നമ്മുടെ ടൊമാറ്റോ സോസ് ഫുള്ളായിട്ട് വെച്ചു. ഒരു സെൻറ്റർ ഭാഗത്ത് നമുക്കൊരു ഇതും കൂടി വെച്ച് കൊടുക്കണം. ഒരു ബർഗറിൻ്റെ ബണ്ണും കൂടി വെച്ച് കൊടുക്കണം. ലാസ്റ്റ് ഇത് മൂടാം. കുറച്ച് നമ്മുടെ ഇത് മയോണീസ് ഒന്ന് പറ്റാം. ഫ്രഞ്ച് ഫ്രൈ ഇതും ജസ്റ്റ് ഒന്ന് മേലെ വെച്ച് കൊടുക്കാം. ശ്രദ്ധിക്കട്ടോ, ഒന്നിതായി കഴിഞ്ഞാൽ പണി പാളും. അതിനുശേഷം നമ്മുടെ ലെറ്റ്യൂസ് ഉണ്ടല്ലോ, ലെറ്റ്യൂസിൻ്റെ ലീഫ് ഒന്നും കൂടി വെക്കുക. പിന്നെ ക്യാപ്സിക്കം, ടൊമാറ്റോ, കുക്കുംബർ, സ്പെഷ്യൽ സോസുകൾ, പിന്നെ വീണ്ടും നമ്മുടെ ചിക്കൻ പാറ്റീസ് നമ്മൾ 2 ഉണ്ടാക്കിയിരുന്നല്ലോ, അതൊന്നും കൂടി നല്ല വെച്ച് കൊടുക്കുക. ലെവലാക്കുക. കുക്കുംബർ ഒന്നും കൂടി. ക്യാപ്സിക്ക ഒന്നും കൂടിയാണ് വെച്ച് കൊടുക്കുക. പിന്നെ ഐസ്ബർഗിൻ്റെ ലീഫ്, വീണ്ടും നമ്മുടെ സോസ്, അതിനുശേഷം ഒരു നമ്മളാ ചീസ് ഉണ്ടല്ലോ, ചീസ് ഒന്നും കൂടി വെച്ച് സെറ്റാക്കി കൊടുക്കുക. ബീഫിൻ്റെ പാറ്റീസ് വെക്കുക.
ഇനി ശ്രദ്ധിക്കുക, ഇനിയാണ് ടാസ്ക് പരിപാടി. ബീഫിൻ്റെ പാറ്റീസ് നമ്മൾ രണ്ടാമത് ഫസ്റ്റ് ഉണ്ടാക്കി ജസ്റ്റ് ഒന്ന് ഉടഞ്ഞു പോയിട്ടുണ്ട്. അത് നമ്മൾ ലെവലാക്കി നിർത്തും. എന്നിട്ട് നമ്മുടെ സോസ് ഒഴിച്ച് കൊടുക്കും. ഫ്രഞ്ച് ഫ്രൈ കുറച്ച്, കുറച്ച് കുക്കുംബർ, പിന്നെ നമ്മുടെ യെല്ലോ ക്യാപ്സിക്കം. ഇത് നമ്മുടെ സോസേജാണ് കേട്ടോ. സോസേജ് പറഞ്ഞിട്ട് ഒന്നുകൂടി നമ്മുടെ സ്പെഷ്യൽ മയോണൈസ്, ഇതിൽ പാരാം. സ്പെഷ്യൽ സോസും കൂടി ഒഴിക്കാം. ഏകദേശം നമ്മളെ പരിപാടിക്ക് കഴിഞ്ഞ് തുടങ്ങി. മയോണൈസും കൂടി, മയോണൈസ് ഏകദേശം തീരുമാനിക്കും. ഈ മയോണൈസ് ഒന്ന് കൊടുക്കും. സ്പെഷ്യൽ ലീഫ്, അതുപോലെ തന്നെ ലെറ്റ്യൂസിൻ്റെ ഒരു ലീഫ്, കുക്കുംബർ വീണ്ടും, അതിനുശേഷം ചീസ്, ചീസും വെച്ച് വെക്കാം. ഗൈസ് ഏകദേശമൊക്കെ ലെവലായി വന്നിട്ടാ. ഒരു സാധനം കൂടി നമുക്ക് വെക്കാനുണ്ട്. എനിക്ക് അതിന് മുന്നേ ചീസ് അങ്ങോട്ട് വരച്ച് വെക്കാം. ഏകദേശം നമ്മൾ ലാസ്റ്റ് ഗട്ട് അയക്കണം കേട്ടോ. ഇനി നമ്മൾ ഈ കുറച്ച് സോസും കൂടി ബാക്കിയുണ്ട്. ഇതുകൂടി കൊണ്ട് മേലെ ഫില്ല് ചെയ്തിട്ട് നമ്മളെ മയോണൈസും കൂടി കുറച്ച് വെച്ചിട്ട് ഫില്ലാക്കാനുണ്ട്. നമ്മളെ ലാസ്റ്റ് പരിപാടിയാണത്. പക്ഷേ ഇത് ചൂടുണ്ടാവേ. ഇത് ജസ്റ്റ് ഒന്ന് മേലാണ് വെച്ചാൽ ഒരു ബുൾസൈയും കൂടിയാണ് വെച്ച് കഴിഞ്ഞാൽ സംഗതി വേറെ ലെവൽ. നമ്മളൊരു കോലം അങ്ങോട്ട് എടുത്ത് കുത്തണം, അല്ലെങ്കിൽ പണി പാളും. നമ്മൾ ബുൾസൈയും കൂടി വെച്ച് ഇനി നമ്മൾ ലാസ്റ്റ് ഇതാ ഒരു ബർഗറിൻ്റെ ബന്നും കൂടി ലാസ്റ്റ് മേലെ വെച്ച് അടക്കം പോവാണ് കേട്ടോ. ഇനി അങ്ങോട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ പണി പാളും. യെസ് യാ. അപ്പോൾ അത് നമ്മൾ ബർഗർ കണ്ടില്ലേ, വലിയ കിട്ടിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഏകദേശം എല്ലാം വെച്ചിട്ടുണ്ട്. ഫുള്ള് ഫില്ലാക്കി പൊളിച്ച് ഇതൊക്കെ വെച്ചിട്ട് ഒരു മഞ്ഞ, ഒരു ചോപ്പ് ക്യാപ്സിക്കൊക്കെ വെക്കുന്നതല്ല. അങ്ങനെ ഗൈസ് നമ്മുടെ ആ ഒരു സംഭവം വിജയിച്ചിരിക്കുന്നു കേട്ടോ. ഏകദേശം നമ്മളൊരു ബിഗ് ബർഗർ ചലഞ്ച് നമ്മളിവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് കയറി
എന്താ പറയുക എന്താ പാറ്റീസും അതുപോലെ കുറച്ച് ടാസ്ക് പരിപാടി ആയിരുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ നമ്മൾ ഏകദേശം വിൽക്കുമെന്നൊക്കെയുള്ള ചെറിയ പേടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം അങ്ങോട്ട് സെറ്റ് ആക്കി വെച്ചിട്ട് നമ്മളെ പാറ്റീസ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു പോയി, നമ്മൾ ആ ഇത് കിട്ടിയില്ല. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, നമ്മളൊരു ബിഗ് ബർഗർ നമ്മളിവിടെ ഉണ്ടായിരുന്നു. ഏകദേശം നമ്മളൊരു കിഡിലും ബർഗറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് കണ്ട് എന്താ പറയുക ടേസ്റ്റിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം എന്താ പറയുക ഒരു എത്ര സെൻറ്റിമീറ്ററാണ് സ്കെയിലോടുന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കട്ടത്. നമ്മൾ ബർഗറിൻ്റെ ഏകദേശം ഇവിടെ 25 സെൻറ്റിമീറ്റർ, ഇവിടെ എത്തുകയാണെങ്കിൽ 30 സെൻറ്റിമീറ്റർ, ഏകദേശം ഈ ഒരു ടോട്ടൽ ലെവലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 35 സെൻറ്റിമീറ്റർ അല്ലേ. 35 സെൻറ്റിമീറ്റർ എന്തായാലും നമ്മൾ ഇതുവരെ നോക്കുകയാണെങ്കിൽ 35 സെൻറ്റിമീറ്റർ എന്തായാലും 35 അല്ല 37 സെൻറ്റിമീറ്റർ കേട്ടോ. ഇവിടെ എത്തി നോക്കുകയാണെങ്കിൽ 25 സെൻറ്റിമീറ്റർ, ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് മേലേക്ക് 25 സെൻറ്റിമീറ്ററിന് കുറച്ച് മേലേക്ക് കൂടി അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഏകദേശം ഈ ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 37 സെൻറ്റിമീറ്റർ നമ്മൾ ബർഗർ എന്താ പറയുക ഈ ഒരു സംഭവം മേലേക്ക് അങ്ങോട്ട് ഉയർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം കളയാലും അത് കട്ട് ചെയ്തിട്ട് നമുക്കിത് ടേസ്റ്റ് നോക്കണം എങ്ങനെയുണ്ട്. പല ഐറ്റംസുകൾ വെച്ചിട്ടുള്ളതല്ലേ, കൂടുതൽ വെക്കാൻ പറ്റില്ല കാരണം കൊഴിഞ്ഞിടാൻ ചാൻസ് ഉണ്ട്. നമ്മളിത് മുറിക്കാൻ പോകണം കേട്ടോ. മുറിച്ചിട്ട് ഏതായാലും നമുക്കിത് ഒന്നാകെ കണ്ട് കഴിക്കാൻ ശരിക്കും ബർഗർ കൂട്ടി പിടിച്ച് കഴിക്കണം. അങ്ങനെ നമ്മളിത് മുറിച്ചിട്ടാണ് കഴിക്കാൻ പോകണം കേട്ടോ. എന്തായാലും ചാടും, കൊഴിഞ്ഞാടാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. പൊളി അല്ലേ, നല്ല ലെയറായിട്ട് ഇവിടുന്ന് ഇങ്ങനെ കാണാം വന്നത്, ഇത്തിരി ഭംഗിയിലാണ്. അപ്പോൾ ആദ്യം നമുക്കിതൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കാം. ഇപ്പം നമ്മുടെ ആ ബുൾസയും ബീഫ് പാറ്റീസും ചിക്കൻ പാറ്റീസൊക്കെ വെച്ചിട്ട് നമുക്ക് പാടെ പൊളി, അടിപൊളി കേട്ടോ. നല്ല വെറൈറ്റി ടേസ്റ്റ്, സാധാരണ നോർമലി ബർഗർ കഴിക്കുന്ന ടേസ്റ്റ് അല്ല, നല്ല ഡിഫറെൻ്റ് ഉണ്ട്. പൊളിച്ചിട്ടാ പൊളിച്ച് പാക്കേജ് രക്ഷയില്ല പൊളിയാണ്. അപ്പം നമ്മൾ ഇവിടെ കുറേ ആൾക്കാരുണ്ട്. നെക്സ്റ്റ് വരി 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 കഴിച്ചു നോക്കാം. അല്ലേ വരി നെക്സ്റ്റ് ഒരു മിനിറ്റ് ഞാൻ എടുത്തുതരാം. നൗഷാക്ക് എങ്ങനെയുണ്ട്? നൗഷാക്ക് നമ്മൾ ടേസ്റ്റിൻ്റെ ഞാൻ നോക്കണ പറഞ്ഞിക്കാണ്ട് കറക്റ്റ് പറയുന്ന ആളിടാം. എങ്ങനെയുണ്ട് നൗഷാക്ക? ഒരു രക്ഷയില്ല കേട്ടോ, പൊളിച്ചേക്കണ് കാര്യം. എങ്ങനെയുണ്ട് ആ ടേസ്റ്റ്? എങ്ങനെയുണ്ട് നൗഷാക്ക? എന്ത് വെറൈറ്റി ടേസ്റ്റ് ഇല്ലേ? നല്ല വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്, എല്ലാ സോസുകളും ടേസ്റ്റ്. ചിക്കൻ്റെ ഇതെങ്ങനെയുണ്ട് നൗഷാക്ക ടേസ്റ്റ്? ചിക്കനും ബീഫും പൊളിച്ചില്ല. അപ്പോൾ ചിക്കനും ബീഫൊക്കെ നമ്മളെ ആ സ്റ്റൈലിൽ ഉണ്ടാക്കിയാണ് കേട്ടോ, പാറ്റീസും കാര്യങ്ങളൊക്കെ. കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ ഒരുപാട് ഇങ്ങനെ കറക്റ്റ് കാണുന്ന നിങ്ങൾക്ക് ലെയറായിട്ട്. ഇവിടെ നമ്മൾ ചിക്കൻ വെച്ച് ബീഫ് വെച്ച് വീണ്ടും ചിക്കൻ വെച്ച് ബീഫ് വെച്ച് കറക്റ്റ് ലെയറായിട്ട് ഇങ്ങനെ കാണാം. പൊളിച്ച് ഇതങ്ങോട്ട് കാലിയൊക്കെ ഇവിടെ കുട്ടികൾ. നിമോൾ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പോൾ നമ്മുടെ ബർഗർ അങ്ങനെ കിഡിലിനായിട്ട് 37 സെൻറ്റിമീറ്ററോളം നമ്മൾ ഉയർത്തിയ ബർഗർ. ഏകദേശം എന്ത് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. കാരണം ആ ഒരു സംഭവം വീഴാതെ അത്രയും ഹൈറ്റിൽ ഉയർത്തി നമ്മൾ കിഡിലിനാക്കി എന്താ പറയുക കട്ട് ചെയ്ത് മുറിച്ച് കഴിച്ചിട്ട് സംഭവം നല്ല അടിപൊളി ടേസ്റ്റ്. ആ പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ബീഫിൻ്റെ ചിക്കൻ്റെ പാറ്റീസ് നല്ല കിഡിലിനാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ എന്താ പറയുക ആണ്ടില്ലേ ഇവിടെ ഫുള്ള് കാലി നമ്മൾ ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിരുന്നു, അവർക്കൊക്കെ മുറിച്ച് കൊടുത്ത് എല്ലാവരും നല്ല അഭിപ്രായമുണ്ട്. കിഡിലാണ് പ്രത്യേകിച്ച് ആ ഒരു സോസിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ. നമ്മൾ പല 3 തരത്തിൽ ഒരു കിഡിലും സോസൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. ആ സോസൊക്കെ ഇട്ട് കഴിച്ചപ്പോൾ തന്നെ നല്ല കിഡിലും ടേസ്റ്റാണ്. അതുപോലെ തന്നെ ക്യാപ്സിക്ക, യെല്ലോ ക്യാപ്സിക്കോ റെഡ് ക്യാപ്സിക്കോ എല്ലാ ക്യാപ്സിക്കും വെച്ച് പലതരത്തിലുള്ള മയോണീസും സോസും അതുപോലെ സോസേജും പാറ്റീസും ചിക്കൻ പാറ്റീസും ബീഫ് പാറ്റീസും ഐസ്ബർഗും ലെറ്റ്യൂസും എല്ലാം വെച്ച് സംഭവം നല്ല ഹൈറ്റിലൊക്കെ ആക്കി കിഡിലിനാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് മഴയൊക്കെ മഴ വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് അങ്ങോട്ടൊക്കെ ഒന്ന് മാറിയിട്ട്, കാരണം നമുക്ക് പുറത്തായതുകൊണ്ട് പെട്ടെന്ന് മഴ എപ്പോഴാണ് വരിക എന്ന് പറഞ്ഞില്ല, മഴക്കാലമൊക്കെ ആണല്ലോ.
അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതും കൂടി അങ്ങോട്ട് അമർത്തി വെക്കട്ടോ. അപ്പോൾ എന്താ പറയുക, ഇതിലേറെ നമ്മളെ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ. അപ്പോൾ താങ്ക്സ് ഫോർ കാക്ക ക്യാമറമാൻ.